കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഡൽഹി ഭരണം കൈവിട്ട ആം ആദ്മി പാർട്ടിക്ക് ഉടനെ തന്നെ പഞ്ചാബ് സംസ്ഥാനത്തെ ഭരണവും നഷ്ടമാകുമെന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 2022 നടന്ന പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൊത്തമുള്ള 117 സീറ്റിൽ 92 നേടിയാണ് ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചത്. കോൺഗ്രസിന് 18 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ശിരോമണി അകാലിദൾ പാർട്ടിക്ക് 3 സീറ്റുകളാണുള്ളത്. ലുധിയാന നിയമസഭാ സീറ്റിൽ അടുത്തുതന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോവുകയാണ്. ഡൽഹി തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയ കെജ്രിവാൾ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് പഞ്ചാബ് മുഖ്യമന്ത്രിയാകുവാൻ ശ്രമിക്കുന്നുവെന്ന കോൺഗ്രസ് ആരോപണത്തിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടിയിലെ 30 MLAമാർ പാർട്ടി വിടാൻ നീക്കം നടത്തുന്നുവെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ പ്രവർത്തന രീതിയോട് അതൃപ്തിയുള്ള MLAമാരാണ് വിമത ഭീഷണിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ നിലപാട് ഒരു ഏകാധിപതിയെ പോലെയാണെന്നും BJPയെ സഹായിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഭഗവത് മാനിന്റേതെന്നും വിമത MLAമാർ ആരോപിക്കുന്നു. അതിനാൽ പഞ്ചാബിൽ നേതൃമാറ്റം കൂടിയേ തീരുവെന്നാണ് വിമത MLAമാർ ആവശ്യപ്പെടുന്നത്. നേരത്തെ കോൺഗ്രസ് നേതാവും പഞ്ചാബ് നിയമസഭാ പ്രതിപക്ഷ നേതാവുമായ പ്രതാപ് സിംഗ് ബജ്വയാണ് 30 AAP MLAമാർ കോൺഗ്രസിലേക്ക് വരാൻ സന്നദ്ധത അറിയിച്ച് ബന്ധപ്പെട്ടിരുന്നതായി വെളിപ്പെടുത്തിയത്. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ AAPയുടെ അവസാനത്തിന്റെ തുടക്കമായെന്ന് ബജ്വ പറഞ്ഞു. വിമത MLAമാർ കോൺഗ്രസിലേക്ക് പോകുമെന്ന സൂചന വന്നതോടെ AAP ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെ MLAമാരുടെയും മന്ത്രിമാരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ചൊവ്വാഴ്ചയാണ് യോഗം. ഡൽഹി പോയതോടെ നിലവിൽ AAPക്ക് അധികാരമുള്ള ഏക സംസ്ഥാനമാണ് പഞ്ചാബ്. MLAമാർ കൂറുമാറി പഞ്ചാബിലും ആപ്പ് സർക്കാർ വീണാൽ മിക്കവാറും ആപ്പിന്റെ രാഷ്ട്രീയമായ അന്ത്യം തന്നെയാകുമത്. അതോടൊപ്പം ഇന്ത്യ മുന്നണിയുടെ ശിഥിലീകരണത്തിനും അത് വഴിതെളിക്കും. ഡൽഹിയിൽ ആപ്പും കോൺഗ്രസും പരസ്പരം മത്സരിച്ചതിനെതിരെ മറ്റ് ഘടകകക്ഷികൾ ശക്തമായ വിമർശനമുയർത്തിയിരുന്നു. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.